RC ഗാരേജിൽ ഒരു ടോയ് ഹെലികോപ്റ്റർ സർവീസിന് കയറിയിട്ടുണ്ട്. ഇതിന്റെ കംപ്ലൈന്റ് പറയുന്നത് ഇത് ഫ്ലൈ ചെയ്യുന്നില്ല. അതാണ് ഇതിന്റെ ഒരു കംപ്ലൈന്റ് പറയുന്നത്. അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിന്റെ കംപ്ലൈന്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻബോ കളറാണ് ഹെലികോപ്റ്റർ വരുന്നത്. ഈ മോഡലൊക്കെ ഒരുപാട് കടകളിൽ നിന്ന് സെയിലായി പോയിട്ടുള്ള ഐറ്റംസ് ആണ്. ഈ ഒരു മോഡലാണ് റിമോട്ട് വരുന്നത്. ഇത് 2.4 ആണ്. ഇൻഡോർ ഔട്ട്ഡോർ നമുക്ക് ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഹെലികോപ്റ്ററിന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത്. നമ്മൾ ത്രോട്ട് കൊടുത്താലും ലോഡ് ഫാനിലായിട്ട് എടുക്കുന്നില്ല. ഈ ഒരു ലെവലിൽ തന്നെ സംഭവം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ശരിക്കുമ്പോ നല്ല ശരിക്കും ലോഡ് എടുക്കുന്നുണ്ട്. ഇതിന്റെ ആ ജൈറോ സൈഡാണ് കേട്ടോ കംപ്ലൈന്റ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ മോഡൽ ഹെലികോപ്റ്ററിനൊക്കെ വരുന്നത് ടോയ് ഡ്രോണിന് വരുന്ന മോഡൽ ജൈറോ ആണ് ഹെലികോപ്റ്ററും സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോയ് ഡ്രോൺ എവിടെയെങ്കിലും തല്ലി വീണ് കഴിഞ്ഞാൽ ഒരു ബ്ലേഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു മോട്ടർ മാറി കഴിഞ്ഞാൽ അത് റെഡിയാവുന്നു. പക്ഷേ ചിലത് മോട്ടർ മാറിയാൽ റെഡിയാകും, ചിലത് മോട്ടർ മാറിയാലും ആ മോട്ടറിൽ ലോഡ് എടുക്കില്ല. ആ മോട്ടർ ഷോർട്ട് ആണതിന്റെ കൂട്ടത്തിൽ അതിന്റെ ജൈറോവും കൂടി കംപ്ലൈന്റ് ആയി പോകും. അതേപോലെയാണ് ഇപ്പോഴത്തെ പുതിയ മോഡലിലെ ഹെലികോപ്റ്ററും ജൈറോ വരുന്നത്. ബ്ലേഡ് എവിടെയെങ്കിലും തട്ടി മോട്ടർ സ്റ്റില്ലായി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അതിന്റെ ജൈറോ കംപ്ലൈന്റ് ആയി പോകും. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ജൈറോ RC ഹെലികോപ്റ്റർ ഇറങ്ങിയിരുന്നതിന്റെ ജൈറോ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ അപൂർവമായിട്ട് ജൈറോ കംപ്ലൈന്റ് വരുള്ളായിരുന്നു. അതിനൊക്കെ വരുന്നത് വല്ല ബ്ലേഡ് ഒടിഞ്ഞു പോവുക, അതേപോലെ തന്നെ ബാറ്ററി കംപ്ലൈന്റ് ആയി പോവുക, പല്ലി കംപ്ലൈന്റ് ആയി പോവുക, അതൊക്കെയായിരുന്നു കൂടുതലും കംപ്ലൈന്റ് വന്നിട്ടിരുന്നത്. 2.4 ജൈറോ ഹെലികോപ്റ്റർ ഇറങ്ങിയപ്പോൾ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്തും പുറത്തും ഒരേപോലെ ഫ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ നല്ല റേഞ്ച് കിട്ടും. അങ്ങനെയൊക്കെയായിരുന്നു നമുക്കൊരു ഉപകാരം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിന് വന്നിരിക്കുന്ന ജൈറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ് ഡ്രോണിന് വരുന്ന ജൈറോ ഇത് കാരണം ബ്ലേഡ് തല്ലിയിട്ട് മോട്ടർ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ അപ്പം ആ ജൈറോ കംപ്ലൈന്റ് ആയി പോകും. പുതിയ മോഡൽ ഹെലികോപ്റ്ററുള്ള ആൾക്കാരൊക്കെ ഫ്ലൈ ചെയ്യാൻ നിർത്ത് ഒരു സ്ഥലത്തും തട്ടാതെ മുട്ടാതെയൊക്കെ ഫ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ജൈറോ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്ലൈ ചെയ്യുമ്പോൾ അതേപോലെ ശ്രദ്ധിച്ച് ഫ്ലൈ ചെയ്യുക. ജൈറോ ഉള്ളത് കാരണം നമുക്ക് അടിപൊളിയായിട്ട് ഈ സാധനം ഫ്ലൈ ചെയ്ത് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ട് പറ്റും.